My dear students, in the beginning of the lesson, we have studied about nervous system. There are specialized cells in the sense organs and other parts of the body to receive the stimuli. These cells are known as receptors, and these receptors receive stimuli and generate suitable impulses. പ്രിയപ്പെട്ട കുട്ടികളെ, പാഠത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ നാഡീവ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചു. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങൾ ഉണ്ടെന്നും അവയാണ് ഗ്രാഹികൾ എന്ന് അറിയപ്പെടുന്നതെന്നും നാം മനസ്സിലാക്കി. ഗ്രാഹികൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നും നാം മനസ്സിലാക്കി. The nervous system manages control and coordination through impulses. നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് സന്ദേശങ്ങളിലൂടെയാണ്. How are these impulses generated and transmitted through neurons? എങ്ങനെയാണ് ഈ സന്ദേശങ്ങൾ രൂപപ്പെടുന്നത്? ഇവ എങ്ങനെയാണ് നാഡീകോശത്തിലൂടെ സഞ്ചരിക്കുന്നത്? Today we can study about the generation and transmission of impulses. ഇന്ന് നമുക്ക് സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും നാഡീകോശങ്ങളിലൂടെ അവ എങ്ങനെയാണ് പ്രേഷണം ചെയ്യപ്പെടുന്നത് അഥവാ സഞ്ചരിക്കുന്നത് എന്നും മനസ്സിലാക്കാം. We have already studied that like all other cells, neuron has a cell membrane. Cell membrane is otherwise known as plasma membrane. മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശസ്തരമുണ്ട് എന്ന് നാം മുൻപ് പഠിച്ചിട്ടുണ്ട്. കോശസ്തരത്തെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലാസ്മ സ്തരം. All of you look at the figure 1.2a in your textbook. എല്ലാവരും ചിത്രം 1.2a ശ്രദ്ധിക്കുക. Here in the picture you can see the outer surface of the plasma membrane of the neuron is positively charged. The outer surface of the plasma membrane is positively charged. And what about the inner surface? The inner surface of the plasma membrane is negatively charged. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും പ്ലാസ്മാ സ്തരത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ കോശസ്തരത്തിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. Why there is charge difference? എന്തുകൊണ്ടാണ് ഈ ചാർജിലുള്ള വ്യത്യാസം നിലനിൽക്കുന്നത്? The charge difference is due to the difference in the distribution of certain ions. ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഈ ചാർജ് വ്യത്യാസത്തിന് കാരണം. This difference in charge is because of the sodium, potassium ions and proteins.
their arrangement is different. സോഡിയം, പൊട്ടാസ്യം അയോണുകൾ, പ്രോട്ടീനുകൾ എന്നിവയുടെ വിന്യാസത്തിലുള്ള അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസമാണ് ഇങ്ങനെ ചാർജ് വ്യത്യാസം ഉണ്ടാകുന്നതിനുള്ള കാരണം. Now all of you look at the second figure 1.2b. When stimulated or when it receives the stimulus, the distribution of ions changes. In the picture you can see a particular part changes and the positive charge becomes negative and the inner surface negative charge becomes positive. ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉദ്ദീപിക്കപ്പെടുമ്പോൾ ഉദ്ദീപനം ഉണ്ടായ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഉദ്ദീപനമുണ്ടായ ആ ഭാഗത്ത് കോശസ്തരത്തിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജ് ആയിരുന്ന ഭാഗം നെഗറ്റീവ് ചാർജായും കോശസ്തരത്തിനുള്ളിൽ നെഗറ്റീവ് ചാർജ് കാണപ്പെട്ടിരുന്ന ഭാഗം പോസിറ്റീവ് ചാർജായും മാറുന്നു. ദിസ് ചാർജ് ഡിഫറൻസ് is only seen at the particular part of the cell membrane which is stimulated. ഈ ചാർജ് വ്യത്യാസം അല്ലെങ്കിൽ ഈ ചാർജ് വ്യതിയാനം ഉദ്ദീപനം സ്വീകരിച്ച ആ പ്രത്യേക ഭാഗത്ത് മാത്രമാണ് ഉണ്ടാകുന്നത്. There is no difference in charge in the other parts of the plasma membrane. കോശസ്തരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചാർജ് വ്യത്യാസം ഉണ്ടാകുന്നില്ല. How long this charge difference will exist? The charge difference exists only in moments. This charge difference is only for some moments. എത്ര സമയത്തേക്ക് ഈ ചാർജ് വ്യതിയാനം ഉണ്ടാകുന്നു? ഈ ചാർജ് വ്യതിയാനം നിമിഷ നേരത്തേക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. This momentary charge difference stimulate its adjacent parts and similar changes occurs there too. That means the outer part of the plasma membrane, the positive charge becomes negative and the inner surface negative charge becomes positive charge. നൈമിഷികമായി ഉണ്ടാകുന്ന ഈ ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് ഇതേ രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. അതായത് ഉദ്ദീപനം സ്വീകരിക്കുന്ന ഭാഗത്തെ പ്ലാസ്മ സ്തരത്തിൻ്റെ പുറം ഭാഗത്തുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജായി മാറുന്നു. പ്ലാസ്മ സ്തരത്തിൻ്റെ ഉൾഭാഗത്തുള്ള നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജായും മാറുന്നു. ദിസ് ഓൾസോ എക്സിസ്റ്റ് ഓൺലി ഫോർ സം മൂമെൻറ്റ്സ് and after that it changes to the previous position. ഇതും നിമിഷ നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. അതിനുശേഷം വീണ്ടും പഴയതുപോലെ ഉള്ള ചാർജ് സ്വീകരിക്കുന്നു. Now we can answer the indicators. First indicator, charges on either side of the plasma membrane. Answer: the outer surface of the plasma membrane of the neuron is positively charged and the inner surface is negatively
charged. Change in the charges of ions when stimulated. When stimulated, the distribution of ions in the particular part changes and the outer surface becomes negatively charged and the inner surface becomes positively charged. What is nerve impulse? Nerve impulses are messages transmitted through the neurons. The next indicator is transmission of nerve impulse. The outer surface of the plasma membrane of the neuron is positively charged and the inner surface is negatively charged. When stimulated, the distribution of ions in that particular part changes and the inner surface becomes positively charged and the outer surface becomes negatively charged. This momentary charge difference stimulates its adjacent part and similar changes occurs. This process proceeds and the impulses get transmitted as electric charges.